കർണാടകയിൽ ബിജെപിക്കെതിരെ ശ്രീനാരായണ ഗുരു വിചാരവേദി രംഗത്ത് റോഡ് ഷോയുടെ ഭാഗമായി ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയിൽ പ്രധാനമന്ത്രി മാലയിടുന്നതിൽ എതിർപ്പറിയിച്ചു. വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന്. അരുൺ, ഇവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം ബില്ലവ വോട്ട് നേടാനുള്ള ഒരു ശ്രമമാണ് ഈ മാലയിടുന്ന ആ ഒരു സാഹചര്യം എന്നാണല്ലോ. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ക്രിസ്റ്റീന, ഈ ബില്ലവ വിഭാഗം എന്ന് പറയുന്നത് കേരളത്തിലെ ഈഴവ വിഭാഗത്തിന് കർണാടകയിൽ പറയുന്നതാണ്. ബില്ലവ വിഭാഗം ആണ് അവർ. ഈ ദക്ഷിണ കന്നഡ, അതോടൊപ്പം ഈ ഉടുപ്പി, മംഗളൂരു ഉൾപ്പെടെയുള്ള മേഖലയിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ട്. കർണാടകയിൽ തന്നെ അവരൊരു പ്രബലമായിട്ടുള്ള ഒരു സാമുദായിക വിഭാഗമാണ്. അവരാണ് ഇപ്പോൾ ബി ജെ പിക്കെതിരെ അവരുടെ ശ്രീനാരായണ ഗുരു വിചാരവേദി എന്ന സംഘടനയാണ് ഇപ്പോൾ ബി ജെ പിക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ മംഗളൂരുവിൽ റാലി, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി ആരംഭിക്കുന്നത് അവിടുത്തെ നഗരത്തിലെ ശ്രീനാരായണ ഗുരു പ്രതിമയിൽ മാലയിട്ടുകൊണ്ടാണ് റാലി ആരംഭിക്കുന്നത്. ഇതിനെതിരെയാണ് വിമർശനവുമായി ഇവർ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് ആ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. നിരന്തരമായി ഗുരു മൂല്യങ്ങളെ ബി ജെ പി അവഗണിക്കുന്നു എന്നതാണ് അവരുടെ വിമർശനം. അതിൽ രണ്ട് കാര്യങ്ങൾ അവർ എടുത്തു പറയുന്നുമുണ്ട്. അതിൽ 2022 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൽ നിന്ന് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ടാബ്ലോ, അതായത് കേരളത്തിൻ്റെ ഭാഗമായി ഈ ടാബ്ലോ നിർദ്ദേശിച്ചിരുന്നു. അത് കേന്ദ്ര സർക്കാർ ആ ഘട്ടത്തിൽ നിരസിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കർണാടകയിൽ 10ാം ക്ലാസ് പാഠപുസ്തകത്തിൻ്റെ ഭാഗമായി ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് സംബന്ധിക്കുന്ന ചില പാഠഭാഗങ്ങളുണ്ടായിരുന്നു. അതും പൂർണ്ണമായി ഈ പാഠപുസ്തകത്തിൽ നിന്ന് എടുത്തു മാറ്റുന്ന സാഹചര്യമുണ്ടായി. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഗുരുമൂല്യങ്ങൾ അവഗണിക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിൽ ഈ വിഭാഗത്തിൻ്റെ വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ബി ജെ പിയുടെ ശ്രമം മാത്രമാണിത്. അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഈ റാലി ആരംഭിക്കുന്നത് ഈ ഗുരു പ്രതിമയിൽ മാലയിട്ടുകൊണ്ടുള്ള അവരുടെ തീരുമാനം, അങ്ങനെ നിശ്ചയിച്ച തീരുമാനം പിൻവലിക്കണമെന്നതാണ് ഈ സംഘടന ആവശ്യപ്പെടുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ മേഖലയിലൊക്കെ ഇത് തിരിച്ചടി ഉണ്ടാകും എന്നൊരു വിലയിരുത്തൽ പൊതുവെ ഉണ്ടാകുന്നുമുണ്ട്. ക്രിസ്റ്റീന, ശരി. കർണാടകയിൽ ബി ജെ പിയെ വിമർശിച്ച് ശ്രീനാരായണ ഗുരു വിചാരവേദി. വിശദാംശങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.